വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വാഗ്ദത്തം 2025 എന്ന നമ്മുടെ ശതാബ്ദി ആഘോഷത്തിൽ മിഷൻ സമ്മേളനമായി കൂടി വരുവാൻ സർവശക്തനായ ദൈവം ഇട നൽകിയ എല്ലാ ദൈവ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ऐसे वाला एक मौका में जो मिशन के एक कन्वेंशन पे जो सभी लोगों को इकट्ठा होके जो प्रभु के महिमा करने के लिए प्रभु ने हमको मौका दिया, इसलिए मैं पहला प्रभु को धन्यवाद कर रहा हूँ. ചുരുക്കം വാക്കുകളിൽ മിഷൻ്റെ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞ് ഈ സെക്ഷൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. थोड़े शब्दों में कुछ बातें मैं बताने के बाद मैं बैठना चाहता हूँ. പ്രത്യേകിച്ച് വേദിയിലായിരിക്കുന്ന മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സംഘടനയുടെയും ഭാഗമായി നമ്മോടൊപ്പം ആയിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. इधर जो बैठ रहे हैं जो सभी प्रभु के दास लोगों के लिए मैं पहला प्रभु को धन्यवाद कर रहा हूँ. പ്രത്യേകിച്ച് ഇനിയും പല സ്റ്റേറ്റുകളിൽ നിന്ന് ദൈവദാസന്മാർ വരേണ്ടതുണ്ട് ആയിരുന്നു. പക്ഷേ ചില സ്റ്റേറ്റുകളിൽ ഇപ്പോൾ സ്കൂൾ ബോർഡ് എക്സാം നടക്കുന്ന സമയമാണ്. ചിലയിടത്ത് ഈ ഫ്ലഡ് കാരണം വരാൻ കഴിയാതെ പ്രിയ കർത്തൃദാസന്മാർ ആയിരിക്കുകയാണ്. अभी बहुत सारे स्टेटों से प्रभु के दास लोग इधर आने के लिए सोच रहे थे, लेकिन कुछ एग्जाम से वजह से स्कूल और कॉलेज के एग्जाम के वजह से उसको नहीं आना पड़ा. और फ्लड्स के बारे में उसके बातों के बारे में जो बारिश के जो दुर्घटना हुई उसके इसलिए भी बहुत कुछ लोगों को नहीं आना पड़ा. എന്നാലും ഇത്രയും പേർക്ക് കടന്നു വരുവാൻ ദൈവം നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. फिर भी इतने लोगों को इकट्ठा करने के लिए प्रभु मौका दिया, इसलिए मैं प्रभु को धन्यवाद कर रहा हूँ. ദൈവകൃപയാൽ ഇന്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ മിഷൻ പ്രവർത്തനം ഇപ്പോൾ 15 സ്റ്റേറ്റുകളിൽ എത്തി നിൽക്കുകയാണ്. अभी 15 मीन्स स्टेटों में हमारे मिशन के जो मिशंस अभी इधर फैला हुआ है. നിങ്ങൾ കേട്ടതുപോലെ വരുന്ന മാസത്തിൽ ഛത്തീസ്ഗഡിൽ പാസ്റ്റർ സലീം അവർകൾ നേതൃത്വം നൽകുന്ന ആ പ്രദേശത്ത് 60ഓളം ദൈവദാസന്മാർ വരുന്ന മാസത്തിൽ ഓർഡിനേഷന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുകയാണ്. अभी आने वाले महीने पे जो छत्तीसगढ़ में 60 प्रभु के दास लोगों को जो ऑर्डिनेशन देने के लिए जा रहे हैं. അത് കഴിഞ്ഞതിന് ശേഷം പഞ്ചാബിൽ ഏകദേശം 15ഓളം പാസ്റ്റർമാർ ഓർഡിനേഷന് വേണ്ടി പാസ്റ്റർ നിർമ്മൽ സിംഗിന്റെ നേതൃത്വത്തിൽ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. उसके बाद पंजाब मौका जगह में भी 15 प्रभु के दास लोगों को भी ऑर्डिनेशन करने के लिए हम सोच रहे हैं. ഇന്റർനാഷണൽ സിയോൺ അസംബ്ലി ബോർഡ് അംഗങ്ങളും ഒപ്പം മിഷൻ ബോർഡിലെ എല്ലാ പ്രവർത്തകരും ഏകദേശം 11-12ഓളം പേർ ഈ മിഷൻ യാത്രയിൽ 28-ാം തീയതി മുതൽ യാത്രയ്ക്കായി ഒരുങ്ങിയിട്ടുണ്ട്. अभी 28 पे जो बहुत सारे लीडर्स लोग हैं वो सभी इधर से जाने के लिए अभी जाने वाले हैं. തീർച്ചയായും ഈ ദിവസങ്ങളുടെ മിഷൻ യാത്ര നമ്മുടെ സംഘടനയ്ക്കും ഞങ്ങൾ കടന്നു പോകുന്ന സ്റ്റേറ്റുകളിലും ഗ്രാമങ്ങളിലും ഒരു വലിയ ദൈവ പ്രവൃത്തിക്ക് കാരണമായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. जो सभी स्टेटों में जो हम जाने के लिए जा रहे हैं, सभी जगहों में प्रभु के महान कार्य को हम देखने वाले, हम ऐसा विश्वास करते हैं प्रभु महान कार्य करेगा. ദൈവം ഈ ദിവസങ്ങളിൽ വൻ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ये दिनों में प्रभु जी हमारे बीच में महान कार्य कर रहे हैं. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ കുറിച്ച് എനിക്ക് എടുത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. जो इधर बैठने वाला जो बहुत सारे प्रभु के दास लोग हैं, एक के बारे में बहुत कुछ मुझे बताना है. കാരണം ഒന്നും ഞങ്ങൾ കളവായിട്ടല്ല, ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ ബോർഡ് മെമ്പേഴ്സ് അനവധി പാസ്റ്റർമാരൊക്കെ പല പ്രാവശ്യം ഇവരുടെ അടുക്കൽ പോവുകയും വിസിറ്റ് ചെയ്യുകയും ഒരുമിച്ച് താമസിക്കുകയും ശുശ്രൂഷയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് നന്നായിട്ട് ഇവരെ അറിയാം. ഇവർ കർത്താവിന് വേണ്ടി വളരെ ധീരതയോടെ നിൽക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാരാണ്. अगर एक प्रभु के दास लोग के बारे में बताए तो सभी लोग मीन सच्चे दिल से प्रभु के काम को जगहों में कर रहे हैं. वो महान बात है. കഴിഞ്ഞ വർഷം ഫിറോസ്പൂരിൽ 10 സെന്റ് സ്ഥലം ഇന്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ പേരിൽ നമ്മുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പാസ്റ്റർ ബിനോയ് ആംസ്ട്രോങ് ജെയ്സൺ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ഈ ട്രസ്റ്റിന്റെ പേരിൽ വാങ്ങുവാൻ ദൈവം കൃപ നൽകി. अभी जबलपुर जगह में जो एक कलीसिया बना मीन्स कलीसिया के लिए जगह खरीदने के लिए और उधर कलीसिया मीन्स उसको कंस्ट्रक्शन करने के लिए भी प्रभु ने हमको कृपा दिया. അതുപോലെ തന്നെ പാസ്റ്റർ തീരത്ത് ജോൺ തനിക്ക് ഉള്ള ഭൂമിയിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗം ഒരാലയം പണിയേണ്ടതിനായി ഫ്രീ ആയിട്ട്
നമ്മുടെ ട്രസ്റ്റിൻ്റെ പേരിൽ എഴുതി തരുവാനിടയായി. जो इधर बैठने वाला जो तीरथ जॉन प्रभु के दास है, उसने अपने जो अपने भूमि से कुछ भूमि को प्रभु के कलीसिया बनाने के लिए उसने दिया, और उसके लिए प्रभु का धन्यवाद कर रहे എത്ര हैं. പേർക്ക് സന്തോഷമുണ്ട്? कितने लोगों को खुशी है? അതൊരു കാടും മലയിലും അല്ല, അമൃത്സർ ഹൈവേക്ക് സൈഡിൽ ആണ് എത്താൻ സ്ഥലം നൽകിയത്. और अमृतसर के जो रास्ते का साइड पे है वो कलीसिया बनाने के लिए जगह दिया. ഹല്ലേലൂയ. हालेलुया. ഈ ദൈവദാസൻ നമ്മോട് ചേർന്നിട്ട് 7 വർഷമായി. ओ प्रभु के दास हमारे साथ जो काम करे 7 साल हो गए. ഞങ്ങളുടെ അടുക്കൽ ആദ്യമായി വരുമ്പോൾ തനിക്ക് വെറും 17 വയസ്സാണ് ഉണ്ടായിരുന്നത്. जब उसने हमारे साथ प्रभु के सेवकाई में आए उसी समय उसको 16 साल के था. അതൊരു പാസ്റ്റർ കൂടെ ഒരു വിശ്വാസിയായിട്ടാണ് ഈ മിഷനിലേക്ക് വന്നത്. जब उसने आया उसी समय वो एक विश्वासी के जैसा था. ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ട പാസ്റ്ററായി അഡുമനിവാല എന്ന് പറയുന്ന പ്രദേശത്ത് കർത്താവിന് വേണ്ടി വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു. आज उसने गांव में प्रभु के सेवकाई में प्रभु के महान सामर्थ्य के साथ वो काम कर रहे हैं. ഇപ്പോൾ ആലയപ്പണിക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് ആലയപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ആലയപ്പണി പൂർത്തീകരിക്കുവാനായി ദൈവമക്കൾ പ്രാർത്ഥിക്കുക. अभी भी जो ഈ വർഷം ദൈവം നമുക്ക് മിഷൻ പ്രവർത്തനങ്ങളിലൂടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്കൂൾ ദൈവം തരുവാനിടയായി. जो हमारे मिशन के द्वारा एक अनुग्रहित एक स्कूल को भी शुरुआत करने के लिए प्रभु मौका दिया. മേഘാലയ എന്ന് പറയുന്ന സ്ഥലത്താണ്. മേഘാലയ जगह में है. കഴിഞ്ഞ മാസത്തിൽ ഞാനും പാസ്റ്റർ നമ്മുടെ ചാരിറ്റി ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ അനിൽ രാജുമായി ഞങ്ങൾ അവിടെ കടന്നുപോയി. അവിടുത്തെ വസ്തുവിൻ്റെയും സ്കൂളിൻ്റെയും ഒക്കെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുവാൻ ദൈവം ഞങ്ങൾ കൃപ നൽകി. पिछले महीने पे जो पास्टर अनिल राज पास्टर के साथ उधर जाने के लिए उसमें पेपर के सभी वर्कों को करने के लिए प्रभु ने हमको कृपा दिया. അവിടെ 4 ഏക്കർ സ്ഥലം ഫ്രീ ആയിട്ട് നമ്മുടെ ട്രസ്റ്റിന് വേണ്ടി ആ സ്കൂൾ നടത്തുന്നവർ എഴുതി തരുവാനിടയായി. जो स्कूल बनाने के लिए जो उधर से 4 एकड़ जगह को हमको दिया. അവിടെ ഇപ്പോൾ നിലവിൽ 6ാം സ്റ്റാൻഡേർഡ് വരെ അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. उधर 6 स्टैंडर्ड तक का क्लास अभी भी चल रहे हैं. ഇനിയും അവിടെ ഒരുപാട് ഡെവലപ്മെന്റ്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. अभी भी बहुत सारे डेवलपमेंट्स उधर करनी भी है. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഞാൻ പറയാം, ഈ 2 വർഷത്തിനകം ദൈവം നമ്മെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിന് ശേഷം ഒരു വലിയ വിശാലമായ ഒരു ദൈവ പ്രവൃത്തി ദൈവം നമ്മുടെ സംഘടനയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. जो 2 साल के अंदर प्रभु ने जो हमारे हाथ में जो दिया हुआ दर्शन के द्वारा प्रभु के महान कार्य को नॉर्थ इंडिया में सभी जगहों में करने के लिए प्रभु ने हमको कृपा दिया. ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. फिर भी आप सभी लोग इसके लिए प्रार्थना करें. അതുപോലെ സാമ്പത്തികമായി നിങ്ങൾ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ അധികം ഇനിയും നിങ്ങളാൽ കഴിയുന്നത് സഹായിക്കുക. अभी भी बहुत सारे पैसा की जरूरत भी है. इसके लिए आप भी अपने हाथ बढ़ाकर आप बीन जमाई आप दे दीजिए. उसके द्वारा प्रभु के मीन्स कलीसिया आगे बढ़े. നമുക്ക് ട്രസ്റ്റിൻ്റെതായ ബാങ്ക് അക്കൗണ്ട് മറ്റെല്ലാ സംവിധാനങ്ങളുണ്ട്. നിങ്ങളുടെ സംഭാവനകൾ ഓൺലൈനായോ അല്ലാതെ ക്യാഷായിട്ടൊക്കെ നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചാൽ ആ കാശ് ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ ഇവരുടെ മിഷൻ പ്രവർത്തനങ്ങൾ ഇവരെ സഹായിക്കുവാൻ അത് പ്രയോജനപ്പെടുത്തുമെന്നുള്ളത് ഞങ്ങൾ ഉറപ്പു തരികയാണ് നിങ്ങൾക്ക്. जो एक पैसा जो हमारे हाथ में आप समते हैं वो सभी को हम प्रभु के सेवकाई के लिए हम डालेंगे. वो हम जो देने वाला वायदा है. പ്രത്യേകിച്ച് നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവദാസന്മാരെ ഓർക്കുന്നവർ വളരെ ത്യാഗം സഹിച്ചാണ് ഈ ദിവസം നമ്മോടായിരിക്കുന്നത്. ബുധനാഴ്ച മാത്രമാണ് ഇവർ ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. ഇനിയും ഈ കൺവെൻഷൻ കഴിഞ്ഞ് പിന്നെ ഈ 2 ദിവസങ്ങൾ അവർ നമ്മോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് അവരെ കാണാം, അവരോട് ഒരുമിച്ച് ചെലവഴിക്കാം. വളരെ നിങ്ങൾക്ക് അവരുടെ മിനിസ്ട്രിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എല്ലാത്തിനും നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്. നിങ്ങൾ അവസരങ്ങൾ ഉപയോഗിക്കുക. 2 और दिन ये लोग हमारे साथ है. सो इसलिए अगर आप कुछ बातें करना चाहते हैं तो आप जो मिशन के बारे में कुछ पूछना चाहते हैं तो आप पूरे दिल से आप आ सकते हैं. वो लोगों के साथ बातचीत कर सकते हैं. मैं आपको ऐसा एक मौका दे रहा हूँ. ഓക്കെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഈ യോഗം ഇവിടെ അവസാനിപ്പിക്കുവാനായി പോകുകയാണ്. അതിനു മുമ്പേ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ചേർന്നൊരു പാട്ട് പാടി